നമുക്കിന്ന് ഒരു ഇടിച്ചക്ക കറി ഉണ്ടാക്കാം. ഒരു ചെറിയ കഷ്ണം ഇടിച്ചക്ക എടുത്ത് അതിൻ്റെ തോലെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, പകുതി സവാള, ഒരു പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് തേങ്ങയൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇവയിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വറുത്തെടുക്കണം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. അതുമൊന്ന് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ഇടിച്ചക്കയും ഒരു തക്കാളിയും പകുതി സവോളയും 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് 4 ആവി വരുന്നത് വരെ വേവിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച മസാല അരച്ചൊഴിക്കാം. ഇനി കഷ്ണങ്ങളിൽ മസാല പിടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഈ വർഷം ഇടിച്ചക്ക ഇപ്പോഴാണ് കൂടുതലായി ഉണ്ടായി കാണുന്നത്. അതുകൊണ്ട് നിങ്ങളും ഒന്ന് ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കണം. ഇനി 2 മിനിറ്റ് നേരം കുക്കർ അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. ശരിക്കും ഇറച്ചിക്കറി കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ടാകും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറുത്തിടാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.